ജാനകിയുടെയും അബിയുടെയും വീട് എന്ന സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ അവസാനത്തിൽ നാം കാണുന്നത് പ്രഭാവതി അടുക്കളയിൽ തലകറങ്ങി വീഴുന്ന കാഴ്ചയാണ്. അത് കണ്ടുകൊണ്ട് പൊന്നു ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. അതിനുശേഷം തിരിച്ചു പൊന്നു ഓടി വന്നിട്ട് അപർണയോട് പറയുന്നുണ്ട്, അപർണ ചെറിയമ്മേ, അച്ചമ്മ കിച്ചണിൽ തലകറങ്ങി വീണു, പെട്ടെന്ന് അങ്ങോട്ട് ഓടി വാ. ഇത് കേട്ടുകൊണ്ട് അപർണ പറയുകയാണ്, അങ്ങനെ തലകറങ്ങി വീണിട്ടുണ്ടെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ അച്ചമ്മ എഴുന്നേറ്റങ്ങ് പോയിക്കൊള്ളും. ഈ സമയത്ത് അപർണ അമലുമായി എവിടെയോ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഒരുങ്ങി റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ പൊന്നു വീണ്ടും പറയുന്നുണ്ട്, അച്ചമ്മയെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. ചെറിയമ്മേ, അച്ചമ്മയുടെ ബോധം പോയെന്നാ തോന്നുന്നത്. ബോധം പോയെന്നോ? അത് നിനക്കെങ്ങനെ അറിയാം? ചെറിയമ്മേ, ഒന്ന് വേഗം വാ ചെറിയമ്മേ, അച്ചമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അപ്പോൾ അപർണ പറയുകയാണ്, ബോധക്കേടൊക്കെ അവരഭിനയിക്കുന്നതാ, പണി ചെയ്യാതിരിക്കാനുള്ള അടവ്. നീ ആളെ കൂട്ടാൻ വന്നപ്പോഴേ അവരിപ്പോ തല പൊക്കി നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ പൊന്നു വീണ്ടും പറയുകയാണ്, അച്ചമ്മ താഴെ വീണ് കിടക്കുക ചെറിയമ്മേ, ഒന്ന് വന്ന് നോക്ക്. ആരും ഗൗനിക്കാതിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരെഴുന്നേറ്റങ്ങ് പോയിക്കൊള്ളും. നീ അല്പം കഴിഞ്ഞു പോയെന്ന് നോക്ക്, അപ്പോൾ നിന്റെ അച്ചമ്മ എഴുന്നേറ്റ് പണികളൊക്കെ ചെയ്യുന്നത് കാണാം. ഈ സമയത്ത് അമല് നീട്ടി പൊന്നുവിനെ വിളിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ട് പെട്ടെന്ന് അപർണ പൊന്നുവിനോട് പറയുകയാണ്, നോക്ക്, ഞങ്ങളൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഒരുങ്ങിയതാണ്. നീ ഇക്കാര്യം ചെറിയച്ഛനോട് ഒരു കാരണവശാലും പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എന്ന പോലെ നിന്റെ മുത്തശ്ശിയെ കൊണ്ടുപോയി ഓർഫനേജിൽ വിട്ടതുപോലെ നിന്റെ അച്ചമ്മയും കൊണ്ടുപോയി വലിയ ഓർഫനേജിലും തള്ളും. പിന്നെ നീ നിന്റെ അച്ചമ്മയെ കാണാൻ പോകുന്നില്ല. അത് വേണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്ക്. ഈ സമയത്ത് അപർണയെ എന്ന് വിളിച്ചുകൊണ്ട് അമല് താഴേക്ക് ഇറങ്ങി വരികയാ. അപ്പോൾ പൊന്നുവിനെ കണ്ടുകൊണ്ട് അമല് ചോദിക്കുന്നുണ്ട്, ആഹാ പൊന്നു, നീ പഠിപ്പൊക്കെ നിർത്തിയോ? മറുപടി പറയാതെ പൊന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ അമല് പൊന്നുവിന്റെ താടിക്ക് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ പൊന്നു, നിന്റെ മുഖത്തൊരു സങ്കടം? ചെറിയച്ഛനോട് പറ, എന്തു പറ്റി? ആ ചോദ്യത്തിനും മറുപടി ഒന്നും നൽകാതെ പൊന്നു അച്ചമ്മ വീഴുന്ന ആ കാഴ്ചകൾ മനസ്സിൽ അങ്ങനെ കാണുകയാണ്. ഇത് കണ്ടുകൊണ്ട് അപർണ പറയുകയാണ്, നീ നിന്റെ വിഷമം എന്താ വെച്ചാൽ പറഞ്ഞു കൊടുക്ക്. നിന്റെ ചെറിയച്ഛനും ചെറിയമ്മയും അതിന് പരിഹാരം കണ്ടെത്തി തരും. എന്താ മോളുടെ പ്രശ്നം? അപ്പോൾ വീണ്ടും അമല് ചോദിക്കുകയാണ്, നീ പറ പൊന്നു, എന്താ നിന്റെ പ്രശ്നം? അതിന് പൊന്നു, ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കുക ചെറിയച്ഛ. അത് കേട്ടുകൊണ്ട് അപർണ, ആഹാ മിടുക്കി. അപ്പോൾ അമല് വീണ്ടും പറയുകയാണ്, എങ്കിൽ പൊന്നു പോയി വേഗം റെഡിയായി വാ, ചെറിയച്ഛൻ സ്കൂളിലേക്ക് വിട്ടേക്കാം. അപ്പോൾ പൊന്നു അച്ഛൻ്റെ കൂടെ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് പൊന്നു വേഗം സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് അപർണ അമലിനോട് ചോദിക്കുകയാണ്, ഏടത്തി ഈ കാണിക്കുന്നതിൽ അമലിന് തെറ്റൊന്നും തോന്നുന്നില്ലേ? അതിന് അമല്, അല്ല, നിനക്കെന്താ പൊന്നുവിൻ്റെ കാര്യത്തിൽ ഇത്ര വിഷമം? മക്കളെ നോക്കാനേ അമ്മമാർക്കറിയാം. ഇത് കേട്ടിട്ട് എന്തു പറയണമെന്നറിയാതെ അപർണ അല്പനിമിഷം നിന്നിട്ട് പറയുകയാണ്, അമല് വരുന്നുണ്ടോ? അപ്പോൾ പുറത്തു പോകുന്ന കാര്യം നീ പോയി അമ്മയോട് പറഞ്ഞിട്ട് വാ എന്ന് അമല് പറയുകയാണ്. അറിയിക്കാനുള്ളതൊക്കെ നേരത്തെ അറിയിച്ചു, അതുകൊണ്ട് അമല് വരുന്നുണ്ടോ? വാ, വരാൻ എന്ന് പറഞ്ഞുകൊണ്ട് അമലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അപർണ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് കാണുന്നത് വീണ് കിടക്കുന്ന പ്രഭാവതിയുടെ അരികിൽ ഇരുന്നുകൊണ്ട് പൊന്നു വിളിച്ചു പറയുകയാണ്, അച്ചമ്മേ, കണ്ണു തുറക്കച്ചമ്മേ. ഇത് കേട്ടുകൊണ്ടാണ് അബി അവിടേക്ക് ഓടി വരുന്നത്. അബി ചോദിക്കുകയാണ്, അമ്മേ, അയ്യോ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അപ്പോൾ വീണ്ടും പൊന്നു പറയുകയാണ്, അച്ചമ്മ കണ്ണു തുറക്കുന്നില്ല. തുടർന്ന് പൊന്നുവും അബിയും കൂടി പ്രഭാവതിയെ ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്. ഒടുവിൽ ഇരുവരുടെയും വിളി കേട്ടുകൊണ്ട് പ്രഭാവതി കണ്ണു തുറക്കുമ്പോൾ അബി ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താ പറ്റിയത്? എഴുന്നേക്ക്, നമുക്ക് ആശുപത്രിയിൽ പോകാം. ഇത് പറഞ്ഞുകൊണ്ട് പൊന്നുവും അബിയും കൂടി പ്രഭാവതിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. വീണിടത്തു നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രഭാവതി പറയുക, ഇപ്പോൾ എനിക്കൊന്നുമില്ല, നീ മോളെ സ്കൂളിൽ വിടാൻ നോക്ക്. അപ്പോൾ അബി പറയുന്നു, അമ്മയ്ക്ക് പനിയുണ്ട്, അതുകൊണ്ടാണ് അമ്മ തല ചുറ്റി വീണത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇപ്പോൾ എനിക്കൊന്നുമില്ല ബി, എനിക്ക് ഒരു കുഴപ്പവുമില്ല, നീ എന്നെ വിട്ടേക്ക്. ഞാൻ കുറച്ചു നേരം റൂമിൽ പോയിന്ന് കിടക്കട്ടെ. പനിക്കുള്ള ടാബ്ലറ്റും അവിടെയുണ്ട്, ഞാൻ അതെടുത്ത് കഴിച്ചോളാം. ഇത് പറഞ്ഞിട്ട് പ്രഭാവതി മുൻപോട്ട് മെല്ലെ നടക്കുകയാണ്. പൊന്നുവിൻ്റെ കൈ പിടിച്ച് പ്രഭാവതി മെല്ലെ മുൻപോട്ട് നടന്നു പോകുന്നത് കാണുമ്പോൾ അബി പിൻപിൽ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോഴും അമ്മയ്ക്ക് എന്നോട് വെറുപ്പാണോ? ഇത്രയും വെറുക്കുവാൻ തക്കവണ്ണം ഞാൻ അമ്മയോട് എന്തു തെറ്റാണ് ചെയ്തത്? തുടർന്ന് കാണുന്നത് പ്രഭാവതിയെ റൂമിനകത്തേക്ക് കൊണ്ടുവന്ന് കട്ടിലിരുത്തിയതിന് ശേഷം പൊന്നു ചോദിക്കുകയാണ്, ഇപ്പോൾ അച്ചമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുഴപ്പമില്ല, മോള് സ്കൂളിൽ പോക്കോ. അയ്യോ, അച്ചമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ പൊന്നു എങ്ങനെയാ സ്കൂളിൽ പോകുന്നത്? ഇപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, മോള് പൊയ്ക്കോ. അപ്പോൾ പൊന്നു പറയുകയാണ്, അച്ചമ്മേ, മരുന്ന് കഴിക്കാതെ അച്ചമ്മ കിച്ചണിലേക്കൊന്നും പോകരുത് കേട്ടോ. വീണ്ടും തലചുറ്റി വീണാലേ ആരും ഉണ്ടാവില്ല. അപ്പോൾ പ്രഭാവതി വീണ്ടും പറയുകയാണ്, അച്ചമ്മ ഇവിടെ തന്നെ ഇരുന്നോളാം, പൊന്നു അങ്ങോട്ട് പൊയ്ക്കൂ. ഇത് പറഞ്ഞ് പൊന്നുവിനെ അവർ പുറത്തേക്ക് വിടുകയാണ്. തുടർന്ന് പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, ഒന്ന് രണ്ട് ടാബ്ലറ്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ,
ഇത് പറഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേറ്റ് ഷെൽഫ് തുറന്ന് അതിനകത്തുനിന്ന് ഒരു ചെറിയ ബോക്സ് എടുത്തുകൊണ്ട് വീണ്ടും കട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ബോക്സ് തുറന്ന് അതിനകത്തുനിന്ന് മെഡിസിനുകൾ ഓരോന്നായി തിരയുന്ന സമയത്ത് പെട്ടെന്ന് പ്രഭാവതിയുടെ കയ്യിൽ ഒരു മോതിരം തടയുകയാണ്. ആ മോതിരം കൈകളിലേക്കെടുത്ത് അത്ഭുതത്തോടെ അതിലേക്ക് അല്പനിമിഷം നോക്കിയിരുന്നിട്ട് പ്രഭാവതി ചോദിക്കുകയാണ്, ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? ഇത് അദ്ദേഹത്തിൻ്റെതാണല്ലോ. കഴിഞ്ഞ വർഷത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ വിരലിൽ അണിയിച്ചു കൊടുത്തതാണല്ലോ. ഇതിവിടെ എൻ്റെ ഈ ആഭരണങ്ങളുടെ കൂടെ വരുവാൻ ഒരു വഴിയുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് ആ മോതിരം കയ്യിലെടുത്ത് ചിന്തയിലേക്ക് ആഴ്ന്നു പോവുകയാണ് പ്രഭാവതി. ആ സമയത്ത് അജയ് പറഞ്ഞ ചില കാര്യങ്ങളാണ് പ്രഭാവതിയുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. അജയ് പറയുകയാണ്, അമ്മയോടെങ്കിലും എനിക്ക് ആ കാര്യം പറയണം. അച്ഛൻ മരിച്ച രാത്രിയിൽ ഞാൻ താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. ആ സമയത്ത് ഇവിടെ എല്ലാവരും ഉറക്കത്തിലായിരുന്നു. അച്ഛൻ മുറിയിൽ നിന്നിറങ്ങിയിട്ട് അമ്മയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അജയ് പറഞ്ഞ ഈ വാക്കുകൾ ഓർത്തുകൊണ്ട് വീണ്ടും പ്രഭാവതി ആ മോതിരത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് കിച്ചണിൽ അബി പ്രഭാവതിക്കുള്ള കഞ്ഞി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ടാബ്ലറ്റിൻ്റെ ഒരു സ്ട്രിപ്പുമായിട്ട് പൊന്നു അവിടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പൊന്നു അബിയോട് പറയുകയാണ്, അച്ഛാ പനിക്കുള്ള മരുന്ന് കിട്ടി. അപ്പോൾ അബി പൊന്നുവിനോട് പറയുകയാ, മോൾ അത് വെച്ചു, ടാബ്ലറ്റ് റൂമിലുണ്ടെന്ന് അച്ചമ്മ കള്ളം പറഞ്ഞതാണ്. നമുക്ക് ആദ്യം അച്ചമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാം, അതിനുശേഷം ഈ ടാബ്ലറ്റ് കൊടുക്കാം. തുടർന്ന് കഞ്ഞി ഉണ്ടാക്കുന്നതിനിടയിൽ അബി തിരിഞ്ഞ് പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പൊന്നു അങ്ങനെ മൗനമായി കുനിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അബി ചോദിക്കുകയാണ്, എന്താ മോക്കൊരു വിഷമം? സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണോ? അച്ചമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ? നിന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ ഇരുത്തുമായിരുന്നോ? അപ്പോൾ പൊന്നു പറയുകയാണ്, സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ടല്ലച്ചാ പൊന്നുവിന് സങ്കടം. പിന്നെ എന്തുകൊണ്ടാണ്? അമ്മ കൂടെ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ലച്ചാ, അച്ഛൻ കഞ്ഞി ഉണ്ടാക്കി കൊടുത്താൽ അച്ചമ്മ കഴിച്ചില്ലെങ്കിലോ? അച്ചമ്മ കഴിക്കില്ലച്ചാ, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കഞ്ഞിയല്ലേ. അത് അച്ചമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന് സങ്കടമാവില്ലേ? അച്ഛന് സങ്കടമായാൽ പൊന്നുവിന് സങ്കടമാവും. അപ്പോൾ അബി പറയുകയാ, നമുക്കേ അച്ചമ്മയെ കൊണ്ട് കഞ്ഞി കുടിപ്പിക്കാന്നേ. പൊന്നു കൊടുത്താൽ അച്ചമ്മ കഞ്ഞി വേണ്ടെന്ന് പറയില്ല, അല്ലെങ്കിൽ കണ്ടു. അപ്പോൾ വീണ്ടും പൊന്നു പറയുകയാ, അച്ചമ്മയ്ക്ക് നമ്മളെ ഇഷ്ടമല്ല അച്ഛാ. അച്ഛനോട് അച്ചമ്മ മിണ്ടത്തുമില്ല. പൊന്നു, നമ്മളോട് അച്ചമ്മ മിണ്ടിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങോട്ട് ചെന്ന് മിണ്ടണം. നമ്മളെ എല്ലാവരും സ്നേഹിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നവര് സ്വന്തം കാര്യത്തിന് വേണ്ടി ശാഠ്യം പിടിക്കുന്നവരാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്ത് തിരികെ വാങ്ങേണ്ടത് ഒന്നേ ഉള്ളൂ, അതാണ് സ്നേഹം. നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് തിരികെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. നല്ലതായാലും ചീത്തയായാലും കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരികെ കിട്ടും. അത് തിരിച്ചു കിട്ടാൻ കുറച്ച് സമയമെടുക്കും, അത്രമാത്രം. പിന്നെ അത് തിരിച്ചു കിട്ടാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് പൊന്നുവിനറിയാമോ? അത് തരാഞ്ഞിട്ടല്ലേ അച്ഛാ? അല്ല, തിരിച്ചു കിട്ടുന്നത് ഒത്തിരി കൂടുതലായതുകൊണ്ടാണ്. ആർക്കും നമ്മളോട് സ്നേഹമില്ല എന്ന് മോള് പറയരുത്. നാളെ അവരുടെ സ്നേഹം മടക്കി കിട്ടുമ്പോൾ പറഞ്ഞതൊക്കെ നന്ദികേടാവില്ലേ? അല്ലച്ചാ, മുത്തശ്ശി അച്ഛനെയും അമ്മയും ഒരുപാട് വഴക്കു പറഞ്ഞിട്ടില്ലേ? നമ്മളോട് ഇവിടുന്ന് ഇറങ്ങി പോകാനും പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണോ അച്ഛാ മുത്തശ്ശിയെ അപർണ ചെറിയമ്മ എവിടെയോ കൊണ്ടുവിട്ടത്? അതിലെന്താ പൊന്നു ഇത്ര സംശയം? നമ്മളെ ഇറക്കി വിടാൻ നിന്ന മുത്തശ്ശിക്ക് തന്നെ പുറത്തു പോകേണ്ടി വന്നില്ലേ? നമ്മളോട് ചെയ്തതിന് മുത്തശ്ശിക്ക് കിട്ടിയ ശിക്ഷയാണത്. അപ്പോൾ പൊന്നു വീണ്ടും ചോദിക്കുകയാണ്, മുത്തശ്ശിയോട് ചെയ്തതിന് അപർണ ചെറിയമ്മയ്ക്കും ശിക്ഷ കിട്ടില്ലേ? തെറ്റാര് ചെയ്താലും ശിക്ഷ കിട്ടും പൊന്നു. ശിക്ഷ എന്നുള്ളത് നന്നാകാനുള്ള മരുന്നാണ്. മുത്തശ്ശി നന്നായി കഴിയുമ്പോൾ നമ്മളോട് സ്നേഹം ഉണ്ടാവും. അന്നേരമായിരിക്കും നമ്മൾ മുത്തശ്ശിയെ സ്നേഹിച്ചതിന് മുത്തശ്ശി തിരിച്ച് സ്നേഹം തരുന്നത്. മുത്തശ്ശിക്ക് സ്നേഹം വരുമ്പോൾ നമുക്ക് പോയി മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുവരാമെച്ചാ. പൊന്നു ഉപ്പവാ, നമുക്കേ അച്ചമ്മയ്ക്ക് കൊണ്ടുപോയി കഞ്ഞി കൊടുക്കാം. ഇത് പറഞ്ഞ് പൊന്നുവുമായിട്ട് കഞ്ഞി എടുത്തുകൊണ്ട് പ്രഭാവതിയുടെ മുറിയിലേക്ക് അബി പോവുകയാണ്. തുടർന്ന് കാണുന്നത് കഞ്ഞിയുമായിട്ട് ചെന്ന പൊന്നുവും അബിയും കൂടി തളർന്നു കിടക്കുകയായിരുന്ന പ്രഭാവതിയെ അമ്മ എഴുന്നേൽക്ക്, കഞ്ഞി കുടിക്കാം എന്ന് പറഞ്ഞ് മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കാഴ്ചയാണ്. തുടർന്ന് ഇതാ കഞ്ഞി കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പൂൺ കഞ്ഞി എടുത്ത് പ്രഭാവതിക്ക് നേരെ അബി നീട്ടുമ്പോൾ അവർ പറയുകയാണ്, എനിക്കിപ്പോൾ വേണ്ട. നീ എന്നോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്താൽ പോരായിരുന്നോ? അപ്പോൾ അബി പറയുകയാണ്, അമ്മ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് നല്ല പനിയുമുണ്ട്. അപ്പോൾ വീണ്ടും ഇടയ്ക്ക് കയറി പൊന്നു പറയുകയാണ്, മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അച്ചമ്മേ. കഞ്ഞി കുടിച്ചിട്ട് അച്ചമ്മ മരുന്ന് കഴിച്ചാൽ മതി. അതിന് പ്രഭാവതി പറയുകയാണ്, തീരെ വിശപ്പില്ലാത്തത് കൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. നീ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? പൊന്നുനെ സ്കൂളിലും അയച്ചിട്ടില്ല. കുറച്ച് സമയം കിടന്നു കഴിയുമ്പോൾ എല്ലാം അങ്ങ് മാറിക്കോളും. ഉടനെ അബി പറയുകയാണ്, അമ്മ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടിയതിൻ്റെ 100% ഞാൻ അമ്മയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? അമ്മ എന്നെ ഏത് കണ്ണുകൊണ്ട് കണ്ടാലും അതൊന്നും എന്നെ ബാധിക്കില്ല. എനിക്ക് മരണം വരെ ഒരമ്മ മാത്രമേ ഉള്ളൂ.
അമ്മ എന്നെ ഒഴിവാക്കിയാൽ പോലും അതങ്ങനെ അല്ലാതാവുന്നില്ല. ഇതാ അമ്മ ഈ ചൂട് കഞ്ഞി അങ്ങോട്ട് കുടിച്ചേ, അത് കഴിഞ്ഞിട്ട് ആ ടാബ്ലറ്റും അങ്ങോട്ട് കഴിക്ക്, അപ്പോഴേക്ക് ക്ഷീണം മാറും. ഇനി കഞ്ഞി കുടിക്കാൻ അമ്മ തയ്യാറല്ലെങ്കിൽ എഴുന്നേൽക്ക്, വാ ഹോസ്പിറ്റലിൽ പോകാം. അമ്മയുടെ നില വഷളാകും, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. അപ്പോൾ പ്രഭാവതി വീണ്ടും ശാഠ്യം പിടിക്കുകയാണ്. ഞാൻ ഒരിടത്തേക്കുമില്ല. ഇത് കണ്ടുകൊണ്ട് പൊന്നു പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേച്ചാ, അച്ഛൻ കഞ്ഞി കൊടുത്താൽ അച്ഛമ്മ കുടിക്കില്ലെന്ന്. അച്ഛമ്മയ്ക്ക് അച്ഛനെയും അമ്മയും പൊന്നുവിനെയും ഇഷ്ടമല്ല, അതാണ് അച്ഛമ്മ കഞ്ഞി വേണ്ടെന്ന് പറയുന്നത്. പൊന്നുവിൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ദയനീയ ഭാവത്തോടു കൂടി ഇരിക്കുന്ന പ്രഭാവതിയോട് വീണ്ടും അഭി പറയുകയാണ്, ഇത് അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. ഭക്ഷണം കഴിക്കാതെയും മരുന്ന് കഴിക്കാതെയും കിടന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരില്ലേ? ഉടനെ പൊന്നു ചോദിക്കുകയാണ്, അച്ഛമ്മേ, അപർണ ചെറിയമ്മ തന്നാൽ അച്ഛമ്മ കഞ്ഞി കുടിക്കുവോ? അങ്ങനെയാണെങ്കിൽ പൊന്നു പോയി ചെറിയമ്മയെ വിളിച്ചു കൊണ്ടുവരാം. അപ്പോൾ പ്രഭാവതി പൊന്നുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞെ, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എല്ലാ അർത്ഥത്തിലും തോറ്റുപോയവളല്ലേ ഞാൻ. എൻ്റെ ജീവനൊന്ന് പോയി കിട്ടിയാൽ മതി. ഇത് കേട്ടിട്ട് വീണ്ടും അഭി പറയുകയാണ്, ദേ അമ്മ ഈ കഞ്ഞി ഒന്ന് കുടിച്ചേ. ഇത് കേട്ടുകൊണ്ട് പ്രഭാവതി ഇരു കൈകളും നീട്ടി ആ കഞ്ഞിയും പാത്രവും വാങ്ങാൻ തുടങ്ങുമ്പോൾ അഭി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ കോരിത്തരാം. പാത്രം പിടിക്കുവാൻ പോലുമുള്ള ശക്തി അമ്മയ്ക്കില്ല. ഇത് പറഞ്ഞുകൊണ്ട് അഭി കഞ്ഞി കോരി പ്രഭാവതിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഈ കാഴ്ച കാണുമ്പോഴേക്കും പൊന്നുവിന് ഭയങ്കരമായിട്ടുള്ള സന്തോഷവും ചിരിയും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് പൊന്നു പറയുകയാണ്, അച്ഛമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമുണ്ട്. എടി, നിന്നോടാരാ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന്? നിന്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമുള്ളതുപോലെ എൻ്റെ അമ്മയ്ക്ക് എന്നോടും സ്നേഹമുണ്ട്. എല്ലാ അമ്മമാർക്കും മക്കളോട് സ്നേഹമുണ്ട്. അമ്മ ദേഷ്യപ്പെടുന്നതും വഴക്കു പറയുന്നതുമൊക്കെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാ. ഇത് കേട്ടുകൊണ്ട് പ്രഭാവതി ഒന്ന് വിങ്ങി കരയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ അതിങ്ങത്താ, ഞാൻ കഴിച്ചോളാം. ഇല്ല, അമ്മയെക്കൊണ്ട് ഇത് മുഴുവൻ കഴിപ്പിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് അഭി വീണ്ടും കഞ്ഞി കോരി പ്രഭാവതിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുവശത്ത് ജാനകി തൻ്റെ അമ്മയെ പരിചരിക്കുകയും കാതിലേക്ക് കമ്മലിടുകയും കഴുത്തിൽ മാല ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളും അപ്പുറത്ത് കാണിക്കുന്നുണ്ട്. തുടർന്ന് പ്രഭാവതിയോട് വീണ്ടും അഭി പറയുകയാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമമ്മേ, ഇപ്പോഴത്തെ പനിയൊക്കെ സൂക്ഷിക്കേണ്ടതാ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ ഒരിടത്തേക്കുമില്ല. ഇപ്പോൾ എനിക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോൾ പൊന്നു ആ മെഡിസിൻ എടുത്ത് അബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, അച്ഛാ, അച്ഛമ്മയ്ക്ക് മരുന്ന് കൊടുക്ക്, ഇതാ. തുടർന്ന് അബി കൊടുത്ത ആ ടാബ്ലറ്റും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാവതിയോട് പൊന്നു പറയുകയാണ്, കഴിക്കച്ചമ്മേ, പനി കുറഞ്ഞില്ലെങ്കിലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പിടും. ഇത് കേട്ടുകൊണ്ട് പ്രഭാവതി ആ മരുന്ന് കഴിക്കുകയാണ്. തുടർന്ന് അബി പൊന്നുവിനോട് പറയുന്നുണ്ട്, മോൾ ആ പ്ലേറ്റ് എടുത്തു കൊണ്ടുപോയി കിച്ചണിൽ വെക്ക്. ഇത് കേട്ടുകൊണ്ട് പ്ലേറ്റുമായിട്ട് പൊന്നു കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് പ്രഭാവതിയോട് അബി പറയുകയാണ്, അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അച്ഛൻ വീണുപോയപ്പോൾ അമ്മ പറഞ്ഞിരുന്നത് അത് അച്ഛൻ്റെ അഭിനയമാണെന്നായിരുന്നു. എന്നാൽ അത് വെറും അഭിനയം മാത്രമായിരുന്നില്ല എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. അമ്മ വീണ് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയന്നു പോയത് അതുകൊണ്ടാണ്. ഈ കുടുംബം ഈ വിധമാകാൻ കാരണം ഞാനാണ് എന്നാണ് അമ്മ കരുതുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ടാണോ അമ്മേ അച്ഛൻ്റെ കൈ പിടിച്ച് ഈ കുടുംബത്തിലേക്ക് കയറി വന്നത്? അച്ഛൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ തിരിച്ചറിവ് പോലും വരാത്ത ഒരു കൈക്കുഞ്ഞായിരുന്നു ഞാൻ ഓരോ ദിവസവും വളർന്നത് ദേ അമ്മ ഈ കൈകൊണ്ട് വാരിത്തന്ന ഭക്ഷണം കഴിച്ച. ഞാൻ ഉറങ്ങിയത് അമ്മയുടെ ചൂടേറ്റിട്ടാണ്. ഒരു കുഞ്ഞിന് അമ്മയുണ്ടാകുന്നത് അങ്ങനെയല്ലേ? അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അജയ് ഉണ്ടായിട്ടും അമ്മയുടെ കൂടെ കിടന്നാണ് ഞാൻ ഉറങ്ങിയതെന്ന്. ഉറങ്ങിക്കഴിയുമ്പോഴാണത്രേ അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. എനിക്കെന്തിനാണ് അമ്മയെ സ്വത്തുക്കൾ? അമ്മയുടെ ദാനമാണ് അബിയുടെ ജീവിതം. അബിയുടെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് പ്രഭാവതി നിറകണ്ണുകളോടും ഞെട്ടലോടും കൂടി അബിയുടെ മുഖത്തേക്ക് അങ്ങനെ പകച്ചു നോക്കുകയാണ്. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ്. അവിടെ അപർണ വിശ്വനാഥൻ തമ്പിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ല, ഈ വിശ്വൻ ആരാണച്ചാ? ഇത് കേട്ടുകൊണ്ട് തമ്പി ഒന്ന് ഞെട്ടുന്നുണ്ട്. അപർണയോട് തുടർന്ന് അമ്മ ചോദിക്കുകയാണ്, അപ്പോൾ അങ്ങനെ ഒരാളില്ലേ? അപ്പോൾ അപർണ പറയുകയാണ്, അബി കിട്ടിയ ചാൻസിന് എനിക്കിട്ടൊന്ന് താങ്ങിയതാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അമ്മ ഇനി ഇതും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ പിന്നാലെ പോകരുത്. അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ചോളാം. തുടർന്ന് കാണുന്നത് വിശ്വനാഥൻ തമ്പി സക്കീർ ഹുസൈൻ വക്കീലിന്റെ മുഖത്ത് നോക്കി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നതാണ്, എനിക്ക് അങ്ങനെ ഒരു മകനുണ്ടെങ്കിൽ നീയൊക്കെ എൻ്റെ മുൻപിൽ കൊണ്ടുവാടാ. എന്താ അങ്ങനെ ഒരു വെല്ലുവിളി നിനക്കൊക്കെ ഏറ്റെടുക്കാൻ പറ്റുമോ? അപ്പോൾ വക്കീല് പറയുകയാണ്, അവനെ നിങ്ങളെക്കാൾ ഫ്രോഡാണ് തമ്പി. തമ്പിയുടെ ചോര തന്നെയാണവൻ. അവനോട് ഞങ്ങൾ പറഞ്ഞതാ, തമ്പിയുടെ മോനാണെങ്കിൽ നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ. പിന്നീട് കാണുന്നത് നിരഞ്ജനയാണ്. നിരഞ്ജന ജാനകിയുടെ അമ്മയെ കാണുവാൻ വേണ്ടി എത്തുകയും ആ അമ്മയെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്.
മാത്രവുമല്ല, ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും നാളെ കാണാം.